എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു വലിയൊരു നീളം കൂടിയ ഒരു തീപ്പെട്ടി ഉണ്ടാക്കാനാണ്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഈ പെൻസിലിൻ്റെ പെൻസിലൊക്കെ നമ്മൾ വെക്കുന്ന ഇതില്ലേ, പെൻസിലൊക്കെ നമ്മൾ വെക്കുന്ന കവറ്, പെൻസിലൊക്കെ നമ്മൾ വെക്കുന്ന പെട്ടി, പിന്നെ നമുക്ക് വേണ്ട ഒരു പേപ്പർ, പിന്നെ ഒരു കത്രിക, പിന്നെ തീപ്പെട്ടി, പിന്നെ പശ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു വലിയൊരു തീപ്പെട്ടി, നീളം കൂടി ഒരു തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് നേരെ തീപ്പെട്ടി ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് നമ്മുടെ ഈ അപ്സരേൻ്റെ പെൻസിലില്ലേ, പെൻസിലിൻ്റെ പെട്ടിയില്ലേ, അത് നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് നമുക്കത് ഒട്ടിച്ച് ശരിയാക്കാൻ നമുക്കതിനെ ഇതുമായിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ തെന്നി വീഴും. ഒട്ടൂല, തെന്നി വീഴുമെന്നല്ല, ഒട്ടൂല. അത് കാരണമാണ് നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. മാത്രമേ നമുക്ക് ഇത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിനുവേണ്ടി ഒട്ടിക്കാൻ വേണ്ടി നമ്മളൊരു ഇത്തിരി പശ ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിനൊന്ന് ഒട്ടിക്കുക. നമ്മളിവിടെ ഒട്ടിക്കുകയാണത്. നമ്മളത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ തീപ്പെട്ടിയാണ്. ഇത് നമുക്ക് ഇതൊരു കാലി തീപ്പെട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനിയാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ മറ്റേ ഇതില്ലേ, കത്തിക്കുന്ന പോയിന്റ്, നമുക്ക് ആവശ്യം കട്ട് ചെയ്തൊന്ന് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീപ്പെട്ടി നീളം കൂടിയ തീപ്പെട്ടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീപ്പെട്ടി കത്തിക്കുന്ന ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതെന്ത് ചെയ്യുക, ഒന്ന് ഇത്തിരി പശ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഒട്ടിയിരിക്കുള്ളൂ. അപ്പം നമ്മൾ ഇതേ ഒരെണ്ണം ഒരെണ്ണം നമ്മളാക്കിയിട്ടുണ്ട്. ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം നമുക്ക് ഒട്ടിക്കാം. നമുക്ക് അടുത്ത ആവശ്യം നമ്മളൊന്ന് എന്ത് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നീളം കൂടിയ പെൻസിലിൻ്റെ ഇതിപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി, ഒരു നീളം കൂടിയ ഒരു തീപ്പെട്ടിയാക്കി മാറ്റി. നമുക്ക് വേണമെങ്കിൽ സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ ഉറച്ച് നമുക്ക് വേണമെങ്കിൽ തീപ്പെട്ടി കത്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇങ്ങനത്തെ ഹോളില്ലേ, ഇങ്ങനത്തെ ഈ ഹോളില്ലേ, അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തീപ്പെട്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചാക്കുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ തീപ്പെട്ടി എടുത്തിട്ട് കത്തിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കത്തിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കുറേ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.